ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ദോശയുടെ റെസിപ്പിയാണ്. ഇതാണ് ജവാരി മറാഠിയിലാണ്, ഇംഗ്ലീഷിൽ ഇതിനെ സ്വർഗം എന്ന് പറയും. മലയാളത്തിൽ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. നമ്മൾ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ, അതുകൊണ്ട് ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഒരു 3 കിലോയാണിത്. 300 സംതിങ് രൂപയായി. ആരെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ആദ്യം തന്നെ നമുക്കിത് ദോശയാക്കാനായിട്ട് നമുക്ക് ആദ്യം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടണം. വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇതൊരു 3 ഗ്ലാസ് ആണ് എടുക്കുന്നത്, 3 കപ്പ്. ആ കപ്പ് തന്നെ 1 കപ്പ് ഉഴുന്നും കൂടെ വെള്ളത്തിലോട്ട് കുതിർക്കാനായിട്ട് ഇടുന്നുണ്ട്. ഒരു പിടിയല്ല, 1.5 സ്പൂൺ ഉലുവയും കൂടെ ഉഴുന്നിലോട്ടിടുക. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 3 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടുക. അതിനുശേഷം അരച്ചെടുത്താൽ മതി. സാധാരണ നമ്മൾ ദോശ അരിക്കുന്ന പോലെ തന്നെയാണ്, അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ റെഡിയാക്കേണ്ടത്. ഇതായി ഒരു കൺസിസ്റ്റൻസി. ഇത് ഒരു 1 മണിക്കൂർ, 1.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴത്തേക്ക് ഒന്ന് പൊങ്ങി വരും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ദോശയ്ക്ക് കറി റെഡിയാക്കാം. ഞാനിവിടെ തിക്സാണി ഉമ്മാണാണ് ഉണ്ടാക്കാൻ. തിക്സാണി ഉമ്മാണെന്ന് വെച്ചാൽ എരിവാണ്. ഞങ്ങൾ കൊങ്ങണിയിലാണ് തിക്സാണി ഉമ്മാണെന്ന് പറയുന്നത്. ഇവിടെ ചെമ്മിപ്പുളി എടുത്തിട്ടുണ്ട്, ചെറുള്ളി എടുത്തിട്ടുണ്ട്, ചേമ്പ് എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതെല്ലാം ആദ്യം അരിഞ്ഞെടുക്കാം. അതേസമയം കൊണ്ട് നമ്മുടെ മാവ് ഇച്ചിരി പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മുടെ പുളി കഴുകിയതിന് ശേഷം സെപ്പറേറ്റ് അരിഞ്ഞെടുക്കണം. അതിൽ നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ കൂടെ തന്നെ ഇടരുത്, സെപ്പറേറ്റ് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി അടുത്തായിട്ട് ഒരു കടായി വെക്കുക. കടായി ചൂടായിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. നമ്മൾ 1 സ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 1 സ്പൂൺ ഉഴുന്ന് അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് പൊട്ടി വരും. ഉഴുന്നും പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് എടുത്തു വെച്ചിരുന്ന കഷ്ണങ്ങൾ ആഡ് ചെയ്ത് പാകത്തിന് എരിവും ഉപ്പിട്ട് വെള്ളം ഒഴിക്കുക. പാകത്തിന് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക. എല്ലാം ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. അപ്പോഴത്തേക്കും തിളച്ച് വരുന്നതിന് ശേഷം നമ്മൾ സിമ്മിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അതേസമയം നമുക്ക് അടുത്തായിട്ട് ദോശ എടുക്കാനായിട്ട് പോവാം. ആദ്യം തന്നെ നല്ലോണം മാവൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിന്റെ ദോശ മാത്രമല്ല, നമുക്ക് ബാക്കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ, നമ്മൾ ബാക്കറി എന്ന് വെച്ചാൽ റൊട്ടിയാണ്. ഇതിന്റെ തന്നെ റൊട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കറിയിൽ അവസാനം വെന്തതിന് ശേഷം കുറച്ച് കായവും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പം അടുത്ത ദോശ എടുക്കാനായിട്ട് നമ്മൾ സാധാരണ ദോശ എടുക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ജവാരി എന്ന് പറയുമ്പോൾ ഒരു മില്ലറ്റ് ആണ്. മില്ലറ്റ് എന്ന് വെച്ചാൽ ചെറുധാന്യങ്ങളുടെ വർഗത്തിൽ പെട്ടതാണ്. ഇതിൽ തന്നെ ഒരുപാടുണ്ട്. റാഗി,
ഈ ഇത് ചെറിയ ചോളം അതുപോലെയുള്ളതൊക്കെ ഉണ്ട്. നമുക്ക് ഈ ജവാരി നമ്മുടെ ഷുഗറിനും കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്, പിന്നെ അതുപോലെ തന്നെ PCOD, PCOS, തൈറോയിഡിനൊക്കെ നമുക്ക് നല്ല ബെനിഫിറ്റ് ആണ്. അതിന് ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യും. ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരുവിധം നമ്മളെ കൺട്രോൾ ചെയ്യും, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു.